നമസ്കാരം. കലാപം ഒരു സംസ്ഥാനത്തെ എപ്രകാരമാണ് തച്ചുടയ്ക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് മണിപ്പൂർ. കലാപത്തെ തുടർന്ന് ആ സംസ്ഥാനത്ത് ആകെയുള്ള റെയിൽവേ സ്റ്റേഷൻ ഇതുവരെയും പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 2023 മെയ് 3 സംസ്ഥാനത്ത് വംശീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ മണിപ്പൂരിലെ ഏക റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തനരഹിതമാണെന്ന് വിവരാവകാശ രേഖകൾ വെളിപ്പെടുത്തി. കോങ്സാങ് റെയിൽവേ സ്റ്റേഷന്റെ സ്ഥിതി എന്താണെന്നും പാസഞ്ചർ ട്രെയിനുകൾക്കായി ഇത് പ്രവർത്തിക്കുന്നുണ്ടോയെന്നും ചോദിച്ച് ഫയൽ ചെയ്യപ്പെട്ട വിവരാവകാശ അപേക്ഷയിലാണ് ഇപ്രകാരം മറുപടി ലഭിച്ചത്. 2023 മെയ് 3 മുതൽ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണെന്ന് അധികൃതർ പറഞ്ഞു. ഇപ്പോൾ സ്റ്റേഷൻ പ്രവർത്തനരഹിതമാണ് എന്നാണ് ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടി. കോങ്സാങ് റെയിൽവേ സ്റ്റേഷൻ 2022 ഒക്ടോബർ 13 ഗുഡ്സ് ട്രെയിനുകൾക്കായി 2022 ഓഗസ്റ്റ് 4 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തതായിരുന്നു. അങ്ങനെ 2022 ഇത് പ്രവർത്തനക്ഷമമായെങ്കിലും ഒരു വർഷത്തിൽ താഴെ മാത്രമേ ഇതിന് പ്രവർത്തിക്കാനായുള്ളൂ. കലാപം തുടങ്ങിയതോടെ റെയിൽ ഗതാഗതം നിശ്ചലമായി. 2023 ജൂണിൽ അക്രമം നടന്ന് ഒരു മാസത്തിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇംഫാലിൽ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യവേ സ്റ്റേഷനെക്കുറിച്ച് പരാമർശിക്കുകയും സംസ്ഥാനവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുവെങ്കിലും അത് പറഞ്ഞു പോയ ഷാ മണിപ്പൂരിനെ കുറിച്ചോ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചോ പിന്നെ മിണ്ടിയിട്ടില്ല. കോങ്സാങ് റെയിൽവേ സ്റ്റേഷൻ ഇതുവരെ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിട്ടില്ല. പക്ഷേ റെയിൽവേ ലൈൻ തയ്യാറാണ്. അതിനാൽ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള സഹായം സുഗമമാക്കുന്നതിന് കോങ്സാങ് റെയിൽവേ സ്റ്റേഷനിൽ ഒരു താൽക്കാലിക പ്ലാറ്റ്ഫോം സ്ഥാപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അടുത്ത 3-4 ദിവസത്തിനുള്ളിൽ ക്ഷാമം പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് അമിത്ഷാ അന്ന് സ്ഥലം വിട്ടത്. ഇതുകഴിഞ്ഞ് 2024 ജൂലൈ 13 മുഖ്യമന്ത്രി ബീരേൻ സിംഗ് കോങ്സാങ്ങിൽ ഭക്ഷണത്തിന്റെയും സിമന്റിന്റെയും ആദ്യ ചരക്കുകളുടെ വരവ് പ്രഖ്യാപിച്ചു. ഇതും വാക്കിൽ നിന്നതല്ലാതെ യാഥാർത്ഥ്യമായില്ല. മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഷാ നൽകിയ ഉറപ്പ് 13 മാസം പിന്നിട്ട ശേഷമാണ് മുഖ്യമന്ത്രി ബീരേൻ സിംഗിന്റെ പ്രഖ്യാപനം വന്നത്. ഇത്തരം വാഗ്ദത്ത ലംഘനങ്ങൾക്കെതിരെ സംസാരിച്ച പ്രതിപക്ഷ നേതാവ് കെയ്ഷാങ് മേഘചന്ദ്ര സിംഗ് പറഞ്ഞത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിന് ഒരുപോലെ ഉത്തരവാദികളാണ് എന്നാണ്. മണിപ്പൂരിന്റെ ജീവനാഡിയാണ് കോങ്സാങ് റെയിൽവേ സ്റ്റേഷൻ. എന്നിട്ടും ഈ ലൈഫ് ലൈൻ നിലനിർത്തുന്നതിൽ കേന്ദ്രവും സംസ്ഥാനവും പരാജയപ്പെട്ടു എന്നും അദ്ദേഹം പറഞ്ഞു. വിഭവ വിതരണം റോഡ് വഴി പുനരാരംഭിച്ചിട്ടുണ്ടെങ്കിലും കാര്യമായ വെല്ലുവിളികൾ നിലനിൽക്കുന്നുണ്ടെന്ന് മേഘചന്ദ്ര ചൂണ്ടിക്കാട്ടി. കോങ്സാങ്ങിൽ നിന്ന് ഇംഫാലിലേക്കുള്ള നേരിട്ടുള്ള റെയിൽ ലിങ്ക് ഇതുവരെ പ്രവർത്തനക്ഷമമായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ അവശ്യ വസ്തുക്കളും റോഡ് മാർഗം കൊണ്ടുപോകാൻ നിർബന്ധിതരാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു. റോഡ് ഗതാഗതത്തെ ആശ്രയിക്കുന്നത് സുരക്ഷാ ആശങ്കകൾ, റോഡ് തടസ്സങ്ങൾ, വിതരണ തടസ്സങ്ങൾ എന്നിവയുൾപ്പെടെ ഒന്നിലധികം തടസ്സങ്ങളിലേക്ക് ചരക്ക് നീക്കത്തെ നയിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുന്നുകളിലേക്ക് മെഡിക്കൽ സപ്ലൈ ഇല്ല. തലസ്ഥാന നഗരമായ ഇംഫാലിൽ ആരോഗ്യ പരിപാലന സംവിധാനം ശക്തമാണ്. പക്ഷേ മലമ്പ്രദേശങ്ങളിലെ സ്ഥിതി ഇതല്ല. ഹിൽ ഏരിയയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുക്കീസോ വിഭാഗങ്ങൾക്ക് ആവശ്യമായ മെഡിക്കൽ സപ്ലൈ സർക്കാർ അയച്ചിട്ടില്ലെന്ന് കുക്കി സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ നേതാവ് കെന്നഡി പറഞ്ഞു. ഞങ്ങൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ശരിയായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് മെഡിക്കൽ സപ്ലൈ ലഭിക്കുന്നില്ല. ആളുകൾ ഞങ്ങളുടെ അടുത്തു വന്ന് മരുന്നുകൾ ചോദിക്കുന്നു. നമ്മുടെ ജനങ്ങൾക്കായി മരുന്നുകൾ അയച്ചു തരാൻ ഞാൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു എന്നും കെന്നഡി പറഞ്ഞു. 2023 ജൂൺ 1 നടത്തിയ പത്രസമ്മേളനത്തിൽ ഷാ നൽകിയ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നാണ് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരെ അയച്ചുകൊണ്ട് മലനിരകളിലെ മെഡിക്കൽ സംവിധാനം മെച്ചപ്പെടുത്തുമെന്ന്. എന്നാൽ അത് പാലിക്കപ്പെട്ടില്ല. മരുന്നും ശരിയായ ചികിത്സയും ലഭിക്കാതെ സംസ്ഥാനത്ത് 35 പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. 2023 മെയ് മാസത്തിൽ ആരംഭിച്ച മെയ്തേയ് കുക്കീസോ വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷം 2024 മധ്യത്തോടെ ജിരിബാമിൽ കൂടുതൽ രൂക്ഷമായി. മണിപ്പൂരിലെ സംഭവ വികാസങ്ങൾ തീർത്തും ദുസ്സഹമായ സാഹചര്യത്തിൽ തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടക്കത്തിൽ പ്രാദേശികവൽക്കരിച്ച അക്രമമായി ആരംഭിച്ചത് പെട്ടെന്ന് ജില്ലകളിലുടനീളം വ്യാപിച്ചു. ജിരിബാം ഏറ്റവും പുതിയ ഫ്ലാഷ് പോയിന്റുകളിലൊന്നായി മാറി. 2 സമുദായങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ രൂക്ഷമായി. 100 കണക്കിന് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന തരത്തിൽ വീടുകൾ നശിപ്പിക്കുന്നതിനും വർദ്ധിച്ചുവരുന്ന മാനുഷിക പ്രതിസന്ധിക്കും ഇത് കാരണമായി. കരുതിക്കൂട്ടിയുള്ള കൊലപാതകങ്ങൾ, തീവെപ്പ്, ഇടയ്ക്കിടെയുള്ള വെടിവയ്പ് എന്നിവയുടെ റിപ്പോർട്ടുകൾ പതിവായി വരാൻ തുടങ്ങി. വർഗീയ വിഭജനം കൂടുതൽ ആഴത്തിലാക്കി മണിപ്പൂർ സംഘർഷം തുടർക്കഥയായി മാറി. ഈ സംഭവങ്ങൾ മേഖലയിലെ വംശീയ കലഹങ്ങളുടെ പരീക്ഷണശാലയാക്കി മണിപ്പൂരിനെ മാറ്റി.
സംഘർഷം ആരംഭിച്ചതിനു ശേഷം മണിപ്പൂരിലുടനീളം കുറഞ്ഞത് 258 മരണങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീണ്ടു നിൽക്കുന്ന അക്രമം വ്യാപകമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും ദുരിതങ്ങളിലേക്കും സംസ്ഥാനത്തെ നയിച്ചു. ഉപരോധങ്ങളും ഗതാഗത നിയന്ത്രണങ്ങളും കാരണം അവശ്യ സാധനങ്ങളുടെ വിതരണം ബാധിച്ചു. ഇത് മാനുഷിക ആഘാതം കൂടുതൽ വഷളാക്കുന്നത് തുടരുകയാണ്. മണിപ്പൂർ ഇന്ന് നേരിടുന്ന പ്രശ്നത്തിന്റെ യഥാർത്ഥ രൂപകമായി ഹോങ്സാങ് റെയിൽവേ സ്റ്റേഷൻ മാറുന്നത് ഈ പശ്ചാത്തലത്തിലാണ്.